എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റു. നമുക്കിനി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. ഇന്ന് അപ്പവും കടലക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അടുക്കളയിൽ വന്ന് വിൻഡോസൊക്കെ ജസ്റ്റ് ഒന്ന് തുറന്നു. നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ കടല അടുപ്പത്ത് വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിനാവശ്യമായ ഒരു സവാളയുടെ പകുതി ഭാഗം അത് ഞാൻ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം അരക്കഷ്ണം സവാള അരിഞ്ഞു, നന്നായി ചെറുതാക്കിയാണ് അരിയുന്നത്. ഒരു അരക്കഷ്ണം തക്കാളിയും കൂടെ ആവശ്യമുണ്ട്. വലിയ തക്കാളിയാണ്, അപ്പോൾ അത് മുഴുവൻ വേണ്ട. മുഴുവനാകുമ്പോൾ ഒരു പുളിരസം കൂടും. അപ്പം അരക്കഷ്ണം തക്കാളി കൂടി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കടലയിലേക്ക് ഇത് ചേർക്കാം. കഴുകി വെച്ച കടല കുക്കറിലേക്ക് ഇട്ടു. അരിഞ്ഞ തക്കാളിയും സവാളയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വയ്ക്കാം, നമുക്ക് ഗ്യാസിൽ വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും കട്ട് ചെയ്തായിട്ട് കൊടുത്തുവിടാറുണ്ട്. അപ്പോൾ ഇന്നൊരു പിയറാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി കട്ട് ചെയ്യാണ്. അപ്പോൾ എന്നും ഞാൻ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കൊടുത്തുവിടും. കാരണം ആൾ തിരിച്ചു വരാൻ നല്ല ലേറ്റാവും, 3:30-4 മണിയാവും. അപ്പോൾ അത്രയും സമയം ഭക്ഷണം കഴിക്കാതിരിക്കില്ല എന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കൊടുത്തുവിടും ഇടയ്ക്കൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് പിയറാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കടല ഗ്യാസിൽ വേവുന്നുണ്ട് കേട്ടോ. ഇത്തിരി അധികം സമയം വേണം കടല വേവാൻ. ഒരു 10 വിസിലധികം അടിച്ചാലാണ് ഒന്ന് വേവുന്നത്. ഇല്ലെങ്കിൽ അതിങ്ങനെ കല്ലുപോലെ കിടക്കും. അപ്പോൾ ഏട്ടനും നന്നായി വെന്തിട്ടുള്ളതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ നമ്മുടെ പിയറൊക്കെ കട്ട് ചെയ്തു. ഇത്ര മതി, ഒരുപാട് വേണ്ട. അത് ആ പാത്രത്തിലേക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു പാത്രത്തിലാണ് എന്നും എന്തെങ്കിലും ഫ്രൂട്ടാണെങ്കിലും കൊണ്ടുപോവുക. അപ്പം അധികം ഒന്നും വേണ്ട കേട്ടോ. ഒരു ഇത്ര കഷ്ണമൊക്കെ മതി, ഒരു ഹാഫ് പോർഷനൊക്കെ മതി. അത് അടച്ചിനി മാറ്റി വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. സമയം 7 മണി ആയി തുടങ്ങുന്നു. അപ്പം വേഗം അപ്പം കൂടി ഉണ്ടാക്കി തുടങ്ങാമെന്ന് വെച്ച് അപ്പം ഒഴിച്ചു. അപ്പത്തിൻ്റെ മാവ് ഇന്നലെ ഞാൻ അരച്ച് വെച്ചിരുന്നു. അപ്പം അതിൽ രാവിലെ ഉപ്പൊക്കെ ചേർത്ത് ഞാൻ റെഡിയാക്കി. അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ അപ്പം ഞാൻ എടുത്തു. ഏട്ടനാകെ 3 അപ്പേ വേണ്ടുള്ളൂ. അതും അപ്പമൊക്കെ വളരെ തിന്നായിട്ടുള്ള സാധനമല്ലേ, അപ്പം വേഗം വിശക്കുമല്ലോ. അത് കാരണമാണ് ഞാൻ എന്തെങ്കിലും ഒരു ഫ്രൂട്ടും കൂടി കൊടുത്തു വിടുന്നത്. ഈ സമയം കൊണ്ട് നമ്മുടെ കടല ഏകദേശം വന്നിട്ടുണ്ട്. ഞാൻ ആ കടല മാറ്റി വെച്ചു. അപ്പോൾ ഏട്ടൻ എഴുന്നേറ്റുണ്ട്, ചായ കൊടുക്കാനുള്ള സമയം. അപ്പോൾ ഞാൻ ചായക്കുള്ള വെള്ളം കൂടെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്താലേ എനിക്ക് ഏട്ടൻ പോകാനാകുമ്പോഴേക്ക് എല്ലാം പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഒത്തിരി സ്പീഡ്. അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ചായ റെഡിയാക്കാം. ചായ ഒരു പ്രത്യേക ചായയാണ്. നാരങ്ങ നീരും തേനും പുതിനയിലയും എല്ലാം കൂടി ഇട്ടുള്ളൊരു ചായയാണ് ഏട്ടന് വേണ്ടത്. വെള്ളം തിളച്ചു, അതിലേക്ക് നമ്മുടെ വെള്ളം ഒഴിച്ചു. ഇനി നമുക്കൊരു ഗ്രീൻ ടീയുടെ ബാഗ് ഇട്ടുണ്ട്, അതിലേക്ക് ഗ്രീൻ ടീ ആണ് രാവിലെ കുടിക്കുന്നത്. അപ്പം ചായ ഏകദേശം റെഡി ആയ സമയത്തേക്ക് ഞാൻ ഇത്തിരി ബദാം കുതിർത്തതും അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് ഏട്ടന് കൊടുത്തു. ഏട്ടന് ചായ കൊടുത്തു വന്നതിന് ശേഷം ഞാൻ വേഗം നമ്മുടെ കടല എന്ത് ചെയ്തു, കടല നന്നായി വെന്തിട്ടുണ്ട്, ഒന്ന് വേഗം കടുക് വറക്കാമെന്ന് വിചാരിച്ചു. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് ചെറിയ ഉള്ളിയൊക്കെ നന്നായി അരിഞ്ഞ് ഒന്ന് വഴന്നു വന്ന് അതിലേക്ക് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി ഗരം മസാല ഇത്രയിട്ട് നന്നായി ഒന്ന് വഴന്ന് നമ്മുടെ കടല അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടും തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു മണം വരുന്നുണ്ട്. നന്നായി തിളച്ച് നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ വന്ന് ചോദിക്കുന്നത് ഇന്നത്തെ കറിക്ക് എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടല്ലോ, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് എന്ന്. അപ്പോൾ എനിക്കൊരു സന്തോഷം രാവിലെ തന്നെ. ഇനി അതിലേക്ക് ലാസ്റ്റ് നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഒരു ഭംഗിയാണല്ലോ, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പാക്ക് ചെയ്യാം. അപ്പം പാത്രത്തിലേക്ക് ഇട്ടു. ഞാൻ അതിൻ്റെ കൂടെ തന്നെ കറി ഒഴിച്ചു കൊടുക്കും കേട്ടോ. അതാകുമ്പം പിടിച്ചിരിക്കുമല്ലോ കറിയും അപ്പവും കൂടെ. അങ്ങനെ അപ്പമൊക്കെ പാക്ക് ചെയ്തു റെഡിയായി. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.